നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ സ്റ്റഡി ക്ലബിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ 5th SCERT ആണ്. 5th പാർട്ട് 1 സോഷ്യൽ സയൻസ് ആണ്, ന്യൂ SCERT ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഒരു ചാപ്റ്ററും കൂടെ നമുക്ക് ഫിനിഷ് ആകാനും വേണ്ടിയിട്ടുണ്ടായിരുന്നു. അത് ഈ 6th ചാപ്റ്ററാണ്, ജനങ്ങൾ ജനങ്ങളാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററും കൂടി നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ 5th പാർട്ട് 1 സോഷ്യൽ സയൻസിൻ്റെ SCERT കംപ്ലീറ്റ് ആക്കുകയാണ് ഇവിടെ. മാത്രമല്ല, ഞാൻ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 5-6 ക്വസ്റ്റ്യൻസും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞ ചില ഫാക്ട്സ് ഒക്കെ എടുത്തിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്തിട്ട് നമുക്ക് 5th പാർട്ട് 1 ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പാർട്ട് 2 എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഏതായാലും നോക്കാം. അപ്പോൾ 6ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ജനങ്ങൾ ജനങ്ങളാൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മുടെ ഡെമോക്രസിയെക്കുറിച്ചും ഇലക്ഷനെക്കുറിച്ചും ഒക്കെ പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ ഇത്രയും ഉൾക്കൊള്ളുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. താഴേക്ക് വരുമ്പോൾ ഗാന്ധിജിയുടെയും എബ്രഹാം ലിങ്കണിൻ്റെയും കോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ പണ്ട് മുതൽ കേൾക്കുന്നതാണ് എബ്രഹാം ലിങ്കണിൻ്റെ, അദ്ദേഹത്തിൻ്റെ കോട്ട് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. അപ്പം ഇത് എബ്രഹാം ലിങ്കണാണ് പറഞ്ഞത്. ഗാന്ധിജിയുടെ ഒരു പേഴ്സ്പെക്റ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. അപ്പോൾ ഗാന്ധിജിയുടെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഇക്വാളിറ്റി ആണെന്നുള്ളതാണ്. പവർഫുൾ ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിലും വീക്കർ ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിലും അവരെ ഈക്വലി ട്രീറ്റ് ചെയ്യുന്നതായിരിക്കണം ഡെമോക്രസി എന്നാണ് ഗാന്ധിജി പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഡെമോക്രസിയുടെ ഹിസ്റ്ററി പറയുന്നുണ്ട്, അല്ലെങ്കിൽ ജനാധിപത്യം വേരുകൾ തേടി എന്ന് പറയുന്ന ഒരു ടൈറ്റിലിൻ്റെ കീഴിലാണ് ആ ഒരു കാര്യം പറയുന്നത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യകാല രൂപം ഉദയം ചെയ്യുന്നതെന്നാണ്. അതായത് നമ്മൾ ഇന്ന് കാണുന്നത് പോലുള്ളൊരു ഡെമോക്രസി എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല. അതായത് ആ ഒരു ആശയമായിട്ട് സാമ്യം പുലർത്തുന്നൊരു കാര്യം അവിടെ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇംഗ്ലണ്ടിൽ നിന്നാണ്. അവിടെ നിന്നാണ് തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെൻറ്റ് എന്നീ സംവിധാനങ്ങളൊക്കെ രൂപം കൊള്ളുന്നത്. അപ്പം ജനാധിപത്യത്തിൻ്റെ ആദ്യകാല രൂപം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീസിലെ ഏതൻസിലും, ആധുനിക ജനാധിപത്യത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നുമാണെന്ന് ഓർത്തിരിക്കുക. ഇനിയും ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവിടെ ഡെമോക്രസി എന്ന വാക്കിൻ്റെ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഹെറോഡോട്ടസ് ആണ്. ഡെമോസ് എന്നാൽ ജനങ്ങളെന്നും ക്രാറ്റോസ് എന്നാൽ അധികാരം എന്നുമാണ്. ഈ 2 ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി എന്ന പദം, അല്ലെങ്കിൽ ജനങ്ങളുടെ അധികാരം അല്ലെങ്കിൽ ജനങ്ങളുടെ ഭരണം എന്നർത്ഥമുള്ള ഈ വാക്ക് രൂപപ്പെട്ടത്. ഹെറോഡോട്ടസ് തന്നെയാണ് ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഗ്രാമസഭകളെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണത്. പിന്നീട് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം, ഡയറക്റ്റ് ഡെമോക്രസി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പൊതുവെ ഈ പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോപ്പുലേഷനും നമ്മുടെ ഭൂവിസ്തൃതിയും ജോഗ്രഫിക്കൽ ഏരിയയും ഒക്കെ കുറച്ച് കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം കാണുന്നത്. കാരണം അവിടെയാണ് അത് കൂടുതലും പോസിബിൾ ആകുന്നത്, നമുക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളൊരു ഡെമോക്രസിയാണ് പങ്കാളിത്ത ഡെമോക്രസി എന്ന് പറയുന്നത്. അതായത് ജനങ്ങൾ കൂടുതലായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലൊക്കെ കൂടുതലായിട്ട് പാർട്ടാകുന്ന തരത്തിലുള്ള ജനാധിപത്യ വ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം എന്ന് പറയുന്നത്. അത് എങ്ങനെയുള്ളിടത്താണ് ജനസംഖ്യ കുറഞ്ഞിടത്തും അതുപോലെ തന്നെ ഭൂപ്രദേശം കുറഞ്ഞിടത്തുമാണ് അത് കൂടുതലായിട്ടും സാധ്യമാകുന്നത്. ഇനി ഇവിടെ പറയുന്നുണ്ട്, കേരള നിയമസഭയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് ഓർത്തിരിക്കണം, ഇതിൻ്റെ ക്രോണോളജിയും കൂടെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്.
തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം, നമുക്കറിയാം. 1888 ആണ് സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഓർത്തിരിക്കണം, 88 വേറൊരു സംഭവം കൂടി നമുക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത് 1888ആണ്. അപ്പം അതേ 1888 തന്നെയാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിക്കപ്പെടുന്നത്. 1904 സ്ഥാപിച്ച ശ്രീമൂലം പ്രജാസഭ. 88 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ വഴികാട്ടികളാണ്. ഇനി നമ്മുടെ സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് 1957 ഏപ്രിൽ 27 എല്ലാ വർഷവും ഏപ്രിൽ 27 നമ്മൾ നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പം നിയമസഭാ ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ 27. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വന്നത് 1888 ശ്രീമൂലം പ്രജാസഭ വരുന്നത് 1904 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ വരുന്നത് 1949 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് 1957 ഏപ്രിൽ 27. അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് ആ ബോക്സിൽ നിന്ന് പഠിക്കാനുള്ളതാണ്. ഇനിയും ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാതിനിധ്യ ജനാധിപത്യം അല്ലെങ്കിൽ പരോക്ഷ ജനാധിപത്യമാണ്. നമ്മൾ മുമ്പേ പറഞ്ഞത് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്നാണ്. ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഡെമോക്രസിയാണ്. ഇവിടെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന റെപ്രസെൻറ്റേറ്റീവ്സ് പോയിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നത്. അത്തരം ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇന്ത്യ എക്സാമ്പിളാണ്, നമുക്കറിയാം. ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിലാണ് പ്രാതിനിധ്യ ജനാധിപത്യം നടക്കുന്നത്. കാരണം ജനസംഖ്യ കുറഞ്ഞ പ്രദേശങ്ങളിൽ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ കുറച്ചുകൂടി ഉറപ്പാക്കാൻ സാധിക്കും. പക്ഷേ ഭൂവിസ്തൃതിയും ജനസംഖ്യയും ഒക്കെ കൂടുതലാകുമ്പോൾ അത് അത്ര കണ്ട് പോസിബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് എന്ത് വരുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഡെമോക്രസി, ഇൻഡയറക്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ പരോക്ഷ ജനാധിപത്യം വരുന്നത്. ഇവിടെ രണ്ടിൻ്റെയും ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത് ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ സാധ്യമാകുന്നു. പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത് ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കട്ടിങ്സ് കൊടുത്തിട്ടുള്ളതിൽ ഉള്ളതാണ്. പിന്നെ ജനാധിപത്യത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ട് ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് നോക്കാം. ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളിൽ ഒന്നെന്ന് പറയുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ ആണ് നിലനിൽക്കുന്നത്. പിന്നെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള ഒരു നീതിന്യായ വ്യവസ്ഥ ജനാധിപത്യ വ്യവസ്ഥയിൽ ഉണ്ടായിരിക്കണം. അടുത്തത് ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കണം. നമ്മുടെ 4th പില്ലർ എന്നാണല്ലോ അത് അറിയപ്പെടുന്നത്. ഇനിയും ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു പ്രതിപക്ഷം നമുക്കുണ്ടായിരിക്കണം. കാരണം നമ്മളെപ്പോഴും കാണുന്നതാണ്, ഭരണപക്ഷത്തുള്ള ഗവൺമെൻറ് ഒരു പോളിസി കൊണ്ടുവരുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ ക്രിറ്റിസിസംസ് ചൂണ്ടിക്കാണിക്കുന്ന പലപ്പോഴും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കാറൊക്കെ ഉണ്ട്. പിന്നെ സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ്. പിന്നീട് ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായിട്ടുള്ള അധികാരം. കാരണം ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വലിയ വാല്യൂ കൊടുക്കുന്നു. തീരുമാനമെടുക്കുന്നതിൽ ജനങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. എല്ലാവർക്കും തുല്യത, നീതി, അതുപോലെ തന്നെ ജനങ്ങളെയും ഭരണകൂടത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന വാർത്താ മാധ്യമങ്ങൾ തുടങ്ങിയവയൊക്കെ ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളാണ് എന്ന് ഓർത്തിരിക്കുക. പിന്നീട് ഈ ചാപ്റ്ററിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ നമുക്കറിയാം, യാതൊരു തരത്തിലുള്ള ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അറിയാം സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടവകാശം അല്ലെങ്കിൽ സ്ത്രീകളെ മാറ്റി നിർത്തുന്നു, പുരുഷന്മാർക്ക് വോട്ടവകാശം, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം. നമ്മുടെ ഇപ്പം മോണ്ടേഗു ചേംസ്ഫോർഡ് റിഫോംസിൻ്റെ സമയത്താണെന്നുണ്ടെങ്കിലും മിൻറ്റോ മോർലി റിഫോംസിൻ്റെയൊക്കെ സമയത്താണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെയുള്ള കുറേ ക്രൈറ്റീരിയാസ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളുമില്ല. 18 വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. പിന്നീട് അതിന് ശേഷം അത് 18 വയസ്സാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു വർഷം ഒന്ന് ഓർത്തിരിക്കുക. 1981 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 ആയിരുന്നു. ശേഷമാണ് 18 വയസ്സ് എന്നുള്ളത്. ഇനിയും ഇവിടെ ഒരു
ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച്. അപ്പോൾ അതിൻ്റെ ഓർഡർ ഒന്ന് ഓർത്തിരിക്കുക. നമുക്കിത് കിട്ടും എങ്കിലും SCERT മെൻഷൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതും കൂടി കവർ ചെയ്ത് പോവാം. ഒന്ന് ഏതൊരു കാര്യത്തിൻ്റെയും കേസുമായിട്ട് നമ്മൾ എടുത്തു നോക്കിയാലും നമുക്കറിയാം ഫസ്റ്റ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉദ്യോഗസ്ഥരെ ആയിരിക്കും നിയമിക്കുന്നത്. അപ്പോൾ ഇവിടെയും അങ്ങനെയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരെ നിയമിക്കുകയാണ്. ഉദ്യോഗസ്ഥരെ നിയമിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? നോട്ടിഫിക്കേഷൻ ഇടും, വിജ്ഞാപനം പുറപ്പെടുവിക്കും. വിജ്ഞാപനം വന്നു കഴിയുമ്പോഴാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നത്. നമ്മളും നോട്ടിഫിക്കേഷൻ PSCയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന പോലെ ഇവരിവിടെ നോട്ടിഫിക്കേഷൻ ഇടുന്നു. അതിനുശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നു. സമർപ്പിച്ച പത്രികയിൽ പിന്നീട് സൂക്ഷ്മമായിട്ടുള്ള പരിശോധന നടത്തും. പിന്നീട് നാമനിർദ്ദേശ പത്രിക നമുക്ക് പിൻവലിക്കാനുള്ളൊരു അവസരമുണ്ട്. അങ്ങനെ പിൻവലിക്കപ്പെടുന്ന സ്റ്റേജിൽ പിൻവലിക്കുന്നവർ പിൻവലിക്കുന്നു. അതിനുശേഷം തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടത്തുന്നു. പിന്നീട് വോട്ടെടുപ്പ്, ലാസ്റ്റ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും നടത്തുന്ന സ്റ്റേജാണ്. അപ്പം ഇതാണ് തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളെന്ന് പറയുന്നത്. പിന്നീട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്ക്, പിന്നീട് പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല എന്ന് പറയുന്നത്. ഇനി 3 അംഗങ്ങളുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പം ഇലക്ഷൻ കമ്മീഷനിലുള്ളവരെ നിയമിക്കുന്നത് 3 അംഗങ്ങളുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ അത് ശരിയാണ്. ഇനി ഈ ഒരു ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ, അതും കൂടി നമുക്ക് ഇവിടെ ചെയ്തു നോക്കാമേ. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്. ശരിയായത് തിരഞ്ഞെടുക്കാനാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, വാസ്കോഡ ഗാമ 170ഓളം ആളുകളുമായാണ് ലിസ്ബണിൽ നിന്ന് യാത്ര തിരിച്ചത്. ഇതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. 2, സെൻറ്റ് റാഫേലിൻ്റെ കമാൻഡർ ആയിരുന്നു പൗലോഡ ഗാമ എന്ന് പറയുന്നത്. ഇത് സ്റ്റേറ്റ്മെൻറ്റ് 2. സ്റ്റേറ്റ്മെൻറ്റ് 3, ഗാമ യാത്ര ചെയ്തത് സെൻറ്റ് ഗബ്രിയേലിൽ ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് ആൻസർ വേണമെങ്കിൽ നോട്ട് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. എയും ബിയുമാണോ, എയും സിയുമാണോ? കുറച്ചും കൂടി ഞാൻ ഇതാക്കിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും, ഓപ്ഷൻ ഉൾപ്പെടെ. എയും സിയും ആണോ, അതോ എല്ലാം ശരിയാണോ, സി ഓൺലി മാത്രമാണോ എന്നുള്ളത്. എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ആൻസർ. കാരണം 170 ആളുകളുമായിട്ടാണ് ലിസ്ബണിൽ നിന്ന് ഗാമ യാത്ര തിരിക്കുന്നത്. 4 കപ്പലുകളുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സെൻറ്റ് റാഫേലിൽ അദ്ദേഹത്തിൻ്റെ സഹോദരനായ, ഗാമയുടെ സഹോദരനായിട്ടുള്ള പൗലോദ ഗാമയായിരുന്നു കമാൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗാമ യാത്ര ചെയ്ത കപ്പൽ സാവോ ഗബ്രിയേൽ അല്ലെങ്കിൽ സെൻറ്റ് ഗബ്രിയേൽ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ തെറ്റ് കണ്ടെത്താനാണ്. അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം നടത്തിയത് 1919 രണ്ടാമത്തത്, ഇടുക്കിയിലെ ചേറായിലാണ് മിശ്രഭോജനം നടത്തിയത്. അപ്പോൾ ഇതിൽ തെറ്റ് ഏതാണെന്നാണ് ചോദ്യം. എ ശരിയാണ്, ബി തെറ്റാണ്. എ തെറ്റാണ്, ബി ശരിയാണ്, രണ്ടും തെറ്റാണ്. പോസ് ചെയ്തിട്ട് ആലോചിക്കണമെന്നുണ്ടെങ്കിൽ ആലോചിക്കാം. പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിൽ രണ്ടും തെറ്റാണ്. ഇടുക്കിയിലെ ചേറായിലല്ല, എറണാകുളത്തെ ചേറായിലാണ് മിശ്രഭോജനം നടത്തിയത്. എറണാകുളത്താണ് ചേറായി ഉള്ളത്, അപ്പോൾ അത് ഓർത്തിരിക്കുക. പിന്നെ ഓപ്ഷൻ എ തെറ്റിയത്, വർഷം തെറ്റാണ്. 1919 അല്ല, 1917 എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ താഴെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് കണ്ടുപിടിക്കാനാണ്. ഹാരപ്പൻ ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പം അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. അത് ശരിയാണ്. അവർ ആദ്യകാലം മുതലേ, നമ്മൾ ഗ്രേറ്റ് ഗ്രാനറിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീടൊരു ബോക്സിൽ ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ളപ്പോൾ ഞാനിങ്ങനെ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും ഉപയോഗിച്ചിരുന്നുവെന്നും അത് മറ്റു ദേശത്തേക്ക് അയച്ചിരുന്നുവെന്നും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയും അടുത്തത്, സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ആരാണെന്നാണ്.
ജെയിംസ് ഹർഗ്രീവ്സ് ഉണ്ട്, സാമുവൽ ക്രോംപ്റ്റൺ ഉണ്ട്, റിച്ചാർഡ് ആർക്രൈറ്റ് ഉണ്ട്. ഇവരാരുമല്ല എന്നുള്ള ഓപ്ഷനും ഉണ്ട്. സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹർഗ്രീവ്സ് ആണ്. ഇതിൽ റിച്ചാർഡ് ആർക്രൈറ്റ് ഉണ്ട്. അദ്ദേഹം നമ്മുടെ യന്ത്രത്തറി ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പവർലൂമാണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാമുവൽ ക്രോംപ്റ്റൺ സ്പിന്നിങ് മ്യൂളാണ് കേട്ടോ. ഇനി നാഷണൽ ഹാൻഡ്ലൂം ഡേ എല്ലാ വർഷവും ഏത് ദിവസമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. നാഷണൽ ഹാൻഡ്ലൂം ഡേ ഈസ് സെലിബ്രേറ്റഡ് എവറി ഇയർ ഓൺ November 7, August 7, October 7, January 7. August 7 ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നമ്മൾ പറഞ്ഞായിരുന്നു 1905 പാർട്ടീഷൻ ഓഫ് ബംഗാൾ, അതിനുശേഷം സ്വദേശി ബഹിഷ്കരണ പ്രസ്ഥാനം ആരംഭിക്കുന്നു August 7. അപ്പോൾ ആ ഒരു August 7 പിന്നീട് നമ്മൾ നാഷണൽ ഹാൻഡ്ലൂം ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയുമാണ്. നമ്മൾ ഏതാണെന്നുണ്ടെങ്കിലും ഇതൊരു പാർട്ടായിട്ട് ഓരോ സ്റ്റാൻഡേർഡിലെയും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ എന്താണെങ്കിലും കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്ലാസ്സും ചാനലും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞു. അടുത്തൊരു ക്ലാസ്സായിട്ട് കാണുന്നേക്ക് വരേക്കും ബൈ.